എരുമേലി പേട്ടതുള്ളി ശബരീശനെ വണങ്ങാൻ അമ്പലപ്പുഴ പേട്ട സംഘം പുറപ്പെട്ടു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുമാണ് പേട്ട സംഘം യാത്ര തിരിച്ചത്. 40 മാളിക പുറങ്ങളടക്കം 250 പേരാണ് ഈ സംഘത്തിലുള്ളത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രഭാത ശീവേലിക്ക് ശേഷം പേട്ടതുള്ളലിന് എഴുന്നള്ളിക്കുവാനുള്ള തങ്കത്തിടമ്പ് ക്ഷേത്രം മേൽശാന്തി കണ്ണമംഗലം കേശവൻ നമ്പൂതിരി കിഴക്കേ ഗോപുരനടയിൽ വെച്ച് പൂജിച്ച് സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് കൈമാറി. തുടർന്ന് തിടമ്പ് പ്രത്യേകം തയ്യാറാക്കി അലങ്കരിച്ച രഥത്തിലേക്ക് എഴുന്നള്ളിച്ച് രഥഘോഷയാത്രയായി 10 നാൾ നീളുന്ന തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചു. ഈ സമയത്ത് ശ്രീകൃഷ്ണപരുന്ത് മാനത്ത് വട്ടമിട്ട് പറന്നു. ഇരുമുടിക്കെട്ടേന്തിയ സ്വാമി ഭക്തർ രഥത്തിനൊപ്പം നടന്നു നീങ്ങി. 49 ദിവസം അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനവും 19 ആഴിപൂജകളും നടത്തിയ ശേഷമാണ് തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ചത്. 9-ന് മണിമലക്കാവിൽ ആഴിപൂജ, 11-ന് എരുമേലി പേട്ടതുള്ളൽ, 13-ന് പമ്പാ സദ്യ, മകരവിളക്ക് ദിവസം സന്നിധാനത്ത് നെയ്യഭിഷേകം, മഹാനിവേദ്യം, കർപ്പൂരാഴി പൂജ, മകരവിളക്കിന്റെ പിറ്റേ ദിവസം മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് ശീവേലി എഴുന്നള്ളത്ത് എന്നീ ചടങ്ങുകൾ പൂർത്തിയാക്കി 15-ന് രാത്രിയിൽ സംഘം മലയിറങ്ങും. അമ്പലപ്പുഴ സംഘം ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യ് മകരവിളക്ക് ദിവസം രാവിലെ ദേവന് അഭിഷേകം ചെയ്യും. ഇരുമുടിക്കെട്ടിൽ കരുതുന്ന കാരയെള്ള്, ശർക്കര, നെയ്യ്, തേൻ, കൽക്കണ്ടം, മുന്തിരി എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എള്ള് പായസം അത്താഴപൂജയ്ക്ക് ദേവന് നിവേദിക്കും. 40 മാളികപ്പുറങ്ങളടക്കം 250 പേരാണ് സംഘത്തിലുള്ളത്. വിവിധ ക്ഷേത്രങ്ങളിലും സംഘടനാ ആസ്ഥാനങ്ങളിലുമായി 100-ൽ പരം സ്ഥലങ്ങളിൽ സംഘത്തിന് സ്വീകരണം നൽകും. സംഘം ഭാരവാഹികളായ ആർ ഗോപകുമാർ, കെ ചന്ദ്രകുമാർ, ജി ബിജു, ജിതിൻ രാജ്, വിജയ് മോഹൻ, രഥയാത്രാ ചെയർമാൻ പി വേണുഗോപാൽ എന്നിവർ യാത്രക്ക് നേതൃത്വം നൽകും. ജനം, ആലപ്പുഴ.